ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. ഇതാരാ? ഇത് ഡോക്ടർ നന്ദഗോപന്റെ വീട് തന്നെയല്ലേ? അതെ, അങ്ങോരുടെ വീട് തന്നെയാണ്. താനാരാ? അതൊക്കെ പറയാം. ചേച്ചി വളരെ ശാന്തമായിട്ട് കേൾക്കണം. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയണതേ പളുങ്ക് പാത്രം പോലെയാണ്. അതിങ്ങനെ തുടക്കും തോറും മിനുസ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? വലിയ വയല് വർത്തമാനം ഒന്നും വിളമ്പാതെ താൻ ആരാണെന്ന് പറയടൂ. ചേച്ചി, ഡോക്ടർ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പിണക്കങ്ങളൊക്കെ പതിവല്ലേ ചേച്ചി? നിർത്തടോ. താനാരാ? എന്റെ പേര് മത്തായി എന്നാണ്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പൊ സമാധാനായല്ലോ. കണ്ണിക്കണ്ട ഓട്ടോ ഡ്രൈവർമാരോടൊക്കെ നീ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ് നാറ്റിച്ചു വെച്ചിരിക്കാവൻ. ഒരുത്തന്റെ ഫോൺ എടുത്തിട്ട് എന്നെ ഉപദേശിക്കാം. എന്റെ ഈശ്വര, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഹലോ 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 ഹലോ. ആ, നേരത്തെ ഞാൻ 2 ഹലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താനാരാ? താനാരാണെന്ന്? അപ്പോ ചേച്ചിയാണാ ഡോക്ടറുടെ ഭാര്യ? അപ്പൊ നേരത്തെ സംസാരിച്ച ഭാര്യ ആരെയാ? താൻ ആരാണെന്ന് പറയടോ. ഞാൻ ഡോക്ടറുടെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരനോ? ആ. ഞാനറിയാത്ത ഏത് കൂട്ടുകാരൻ? തനിക്ക് പേരില്ലേ? പേരുണ്ട്, മത്തായി എന്നാണ്. താൻ ഫോൺ നന്ദേട്ടന് കൊടുക്കടോ. നന്ദേട്ടൻ അല്ല, ഡോക്ടർ കുളിക്കാണ്. എങ്കിൽ നീരാട്ട് കഴിയുമ്പോ തിരിച്ചൊന്ന് വിളിക്കാൻ പറ. ഈ തറവാടത്തോന്ന് പറഞ്ഞാലേ കാശ് കൊടുത്ത കിട്ടുന്ന സാധനമൊന്നുമല്ല. അതൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ കിട്ടണം. അതെങ്ങനെയാ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നിട്ടും എന്റെ നേർക്ക ചാട്ടം. നിന്റെ കെട്ടിയും കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിണങ്ങിപ്പോന്ന വിവരം ഇപ്പോഴേ ഓട്ടോ ഡ്രൈവറുടെ ചെവിയിൽ മാത്രമല്ല, നാട്ടില് മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. ചെല്ല്, ചെന്ന് എല്ലാവരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ നിന്നു കൊടുക്ക്. എന്നെ ധിക്കരിച്ച് പോകാനൊരുങ്ങിയവളല്ലേ നീ? ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവർ നമ്മളെ ഉപദേശിക്കാൻ വന്നു. നാളെ പാൽക്കാരൻ, പച്ചക്കറിക്കാരൻ, തൂപ്പുകാരി, എന്തിന് പിച്ചക്കാരുടെ ചെവി വരെ എത്തിയിട്ടുണ്ടാവും. നന്ദഗോപനും ഭാര്യയും തമ്മിലുള്ള പിണക്കം. ആ തള്ളടല്ലേ മോൻ? കൾച്ചറില്ലാത്ത ഫാമിലി. ഈ ഉടുപ്പൊന്ന് ഇടിച്ചു തരുവോ? നമുക്ക് അച്ഛന്റെ അടുത്ത് പോവാ. ഓടിയപ്പുറത്ത് ഒരച്ഛന്റെ മോള് വന്നിരിക്കുന്നു. ഫോട്ടോയിലൊക്കെ എന്താ ചിരി. ഫോൺ എടുക്കുമ്പോ ഭയങ്കര ചൂടും. എന്തിടപ്പ ഇങ്ങനെ? വിളിച്ചിട്ട് അവൾ എന്ത് പറഞ്ഞു? അത് സാറിന്റെ നീരാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. കുറച്ച് മുൻചുണ്ടിക്കാരിയ അതാ തോന്നി. അവനായിരിക്കും. ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഹലോ ഗീതേ, ഞാനൊന്ന് ഫ്രഷ് ആവുമായിരുന്നു. അപ്പോഴാ നീ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നാറ്റിച്ചപ്പോ സമാധാനമായി അല്ലേ? എല്ലാം മറന്ന് വരാനൊരുങ്ങിയതായിരുന്നു ഞാൻ. എന്ത് പറ്റി? എന്തൊക്കെയാ നീ പറയുന്നത്? ഇനി പറ്റാൻ എന്തിരിക്കുന്നു? മനുഷ്യനായ ഇത്രയ്ക്ക് ചീപ്പാവരുത്. നീ കാര്യം തെളിച്ചു പറ. എല്ലാം നമ്മൾ പറഞ്ഞ് ഫൈനലൈസ് ചെയ്തല്ലേ. ഇതിനിടയ്ക്ക് എന്തുണ്ടായി? നമ്മുടെ ഇടയിലുള്ള പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അല്ലാതെ കണ്ട ഓട്ടോ ഡ്രൈവർമാരോടും കൺട്രീസിനോടും ഒക്കെ പറഞ്ഞിട്ട് ഇവന്മാരുടെയൊക്കെ ഉപദേശം ഞാൻ കേൾക്കണോ? ഗീതേ, ഡോണ്ട് ഷൗട്ട്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സത്യത്തിൽ എന്താ ഉണ്ടായത്? ആരായാള്? നേരത്തെ ഫോൺ എടുത്തൊരു ഫ്രണ്ട്. അയ്യോ, അത് ഫ്രണ്ടൊന്നുമല്ല. വളരെ യാദർച്ഛികമായി കണ്ടുമുട്ടിയ ഒരാളാ. ഓ, അത് ശരി. ഫ്രണ്ട് പോലും അല്ലാത്ത ഒരാളോടാ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ വിളമ്പിയത് അല്ലേ? അമ്മ പറഞ്ഞതുപോലെ ഇനി അവിടെ വന്ന് കോമാളി വേഷം കിട്ടാൻ ഈ ഗീതയെ നോക്കണ്ട. അങ്ങോട്ട് വരണോന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കടി, എന്നാലേ അവൻ പഠിക്കൂ. ഹലോ ഗീതേ, ഹലോ. നിന്റെ പേരെന്താ പറഞ്ഞത്? മത്തായി. എന്താ നീ എന്റെ ഭാര്യയോട് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തുറ്റി സാറേ? തന്നോട് ഫോൺ എടുത്ത് ഞാൻ കുളിക്കാന്ന് പറയാനല്ലേ പറഞ്ഞോളൂ. ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ തന്നോടാരാ പറഞ്ഞത്? ഉപദേശിക്കാൻ താനാരാണോ? അയ്യോ, സോറി കേട്ടോ സാറേ. അത് ഞാനേ ഈ ഫോൺ വന്നപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ചെറിയൊരു ഹലോ പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഹലോ പറഞ്ഞു. ആ ഹലോ ഇത്രയും വലിയ കുഴപ്പമായി പോകുന്നു ഞാൻ വിചാരിച്ചില്ലേ സാറേ. സാറും സാറിന്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പിണക്കത്തിലാണല്ലോ. അതൊന്ന് രമ്യതയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്
ഞാൻ ഫോൺ വെക്കാൻ നേരത്തെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ പതുക്കെ നിങ്ങള് തമ്മില് പിണക്കത്തിലാണല്ലേ അത്ര ചോദിച്ചുള്ളൂ. അത്ര മതിയല്ലോ, നശിപ്പിച്ചില്ലേ? തന്നോട് ആരാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞത്? ഞാൻ എല്ലാം ഒരുവിധം പറഞ്ഞൊന്ന് സോൾവ് ആയി വന്നതായിരുന്നു. അയ്യോ, സോൾവ് ആക്കി വരണ വിവരം എനിക്ക് അറിയില്ലായിരുന്നു സാറേ. താൻ എല്ലാം കുളവാക്കി. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ മാതിരി യൂസ്ലെസ്സുകളെ തലയിൽ കയറ്റി വെക്കുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരാ ഫൂൾസ്. കൾച്ചർ, സ്റ്റാറ്റസ്, ഒലക്കട മൂട്, നല്ല ചുട്ട പിട കിട്ടാത്തന്റെ കുഴപ്പമായി ഇവർക്കൊക്കെ. എന്നെ അമ്മയും മോളും കൂടെ സൊസൈറ്റി സ്റ്റാറ്റസ് പഠിപ്പിക്കുന്നു. സാറേ, ഈ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ്. വലിഞ്ഞു കയറി വന്ന് സ്വസ്ഥത നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. താൻ പോവാൻ നോക്കണോ? സാറേ, ഞാനെന്നാ ചേച്ചിനെ വിളിച്ചിട്ട് സോറി പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല സാറേ. താൻ പോടും. ഇതൊക്കെ എന്റെ പേഴ്സണൽ ഇഷ്യൂസാ. ഇതിലൊന്നും താൻ ഇടപെടണ്ട. ഇതൊന്നും ഒരു കാലത്തും അവസാനിക്കില്ല. അങ്ങനെ പറയല്ലേ സാറേ. ഒക്കെ അവസാനിക്കും, എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കണ കർത്താവ് തമ്പുരാനെന്നല്ലേ പറയണേ. അപ്പൊ അത് തീർക്കാനുള്ള വഴിയും അങ്ങോട്ട് തന്നെ കാണിച്ചു തരും. സാറേ, സാറിനെ കണ്ടെടുത്തോളം സാർ ഒരു ലോല ഹൃദയനാണ്. മറ്റുള്ളവർ വിഷമിക്കണ കാണുമ്പോ സാറിനും വിഷം വരൂല്ലേ? അതാണ് അത് നല്ല മനസ്സിന്റെയാണ്. എനിക്കും വിഷം വരും സാറേ. സാറേ സാറേ എന്തൊരു ശരിക്കും ഇപ്പൊ സാറിന്റെ പ്രശ്നം? ഹായ് ടീന. നല്ല പാർട്ടിയാ. താനിത് എവിടെ പോയി കിടക്കുക? നിങ്ങൾ എത്തിയോ? ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ്. ട്രാഫിക് ജാമിലായി പോയി. ഇറങ്ങുവാൻ നേരത്തോ അവളുടെ ഒരു ഒപ്പീടല്. എനിക്ക് അപ്പോഴല്ല വന്നത്. പൊടി നന്ദേട്ടാ, ഒന്ന് വേഗം പോവും. ഈ ടീനയുടെ ഹസ്ബൻഡ് എന്താ പരിപാടി? ഗോൾഡ് ബിസിനസ്സാ തോന്നി. അയാൾക്ക് വല്ല ബ്ലാക്ക് മണിയും വന്ന് കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വല്ലവന്റെയും വെഡിങ് ആനിവേഴ്സറി ആരെങ്കിലും സ്പോൺസർ ചെയ്യും. നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നു. നന്ദേട്ടാ, വണ്ടി വിട്. ഹലോ ഹലോ ഡോക്ടർ, ഇഫ് യു ആർ ഡ്രൈവിംഗ് പ്ലീസ് സ്റ്റോപ്പ് ദ വെഹിക്കിൾ ഡോക്ടർ. 1 മിനിറ്റ്. ഡോക്ടറിന്റെ ഫംഗ്ഷന്റെ കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ വിളിക്കുന്നത്. പ്ലീസ് കാര്യം പറയൂ ജോൺ. വാട്ട് ഹാപ്പൻ? MLA പാലപ്പെട്ടിക്ക് ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ICUയിൽ ഒബ്സർവേഷനിലാണ്. ഡോക്ടർ ഉടനെ വന്നേ പറ്റൂ പ്ലീസ്. മറ്റാരുമില്ലേ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ? അതാണ് പ്രശ്നം. കാർഡിയോളജിസ്റ്റ് തന്നെ വരണമെന്നാണ് അവര് പറയുന്നത്. പൊളിറ്റീഷ്യൻ അല്ലേ? വിവരമറിഞ്ഞ് മീഡിയാസും എത്തിയിട്ടുണ്ട് ഡോക്ടർ. ജോണേ, ഞാനിപ്പോ എങ്ങനെയാണോ? ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ശരിയാ. എന്തായാലും ഡോക്ടർ വന്നേ പറ്റും. ചിലപ്പോ എന്റെ കോള് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് MDയുടെ കോൾ ആയിരിക്കും. ഹലോ ഹലോ, എന്തു പറ്റി? ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണം. ഒരു അർജന്റ് കേസ്. നന്ദേട്ടാ, ഈ നേരത്ത് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാ. ഒരു 10 മിനിറ്റ്. ഏതോ ഒരു MLAക്ക് ഹാർട്ട് അറ്റാക്ക്. ഹോസ്പിറ്റൽ വരെ ചെല്ലാനാ പറയുന്നത്. അവിടെ ഫംഗ്ഷന് വന്നിട്ടുള്ളത് നമ്മൾ വിളിച്ച ഗസ്റ്റുകളാ. അവരോട് എന്താ പറയാ? നീ ഇങ്ങനെ ചോദിച്ച ഞാൻ എന്താ പറയാ? എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി. നീ കേട്ടതല്ലേ കോള് വന്നത്? ഒരു കോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫംഗ്ഷനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ആരെ കൊണ്ടെങ്കിലും വിളിപ്പിച്ചതാണോ എന്ന് എന്റെ സംശയം. ഇല്ല, ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. MLA അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി ഉണ്ടാവും. ആ ഓക്കെ ആദ്യം പരിപ്പിച്ചോളാം. ശരി ഏറ്റു. നീ മോളെയും കൊണ്ട് എന്റെ ക്യാബിനിലിരിക്കും. ഡോക്ടർ നന്ദഗോപൻ, എന്താണ് ഇപ്പോൾ MLAയുടെ അവസ്ഥ? ഞാനിപ്പോ വരുന്നതല്ലേ ഉള്ളൂ. അകത്ത് പോയി പേഷ്യന്റിനെ കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റും. പ്ലീസ്. ഡോക്ടർ എന്താണ് ഇത്രയും വൈകിയത്? ഞാൻ എന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് പോകുകയായിരുന്നു. ഈ വിവരം പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ.
ഹാർട്ട് അറ്റാക്കായി MLA പാലപ്പെട്ടി അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലെത്തിയ സമയത്ത് പ്രധാന ഡോക്ടർ വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുകയായിരുന്നു. പാർട്ടി കഴിഞ്ഞ് ഈ വൈകിയ വേളയിൽ ഹോസ്പിറ്റലിലെത്തിയ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ആശങ്ക പങ്കുവെക്കാൻ മണ്ഡലം പ്രസിഡന്റും യുവ നേതാവുമായ സുനീഷ് നമ്മളോടൊപ്പം ചേരുന്നു. സുനീഷ്, എന്താണ് ഈ ആശങ്കയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും പ്രതീകവും പ്രതീക്ഷയുമാണ് പാലപ്പെട്ടി MLA. വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. ഹലോ, ഡോക്ടർ നന്ദഗോപൻ കൃത്യസമയത്തിന് വന്നു. അതാണെന്നേ കുഴപ്പമായത്. എന്നാലും പ്രതീക്ഷ കൈവിടണ്ട. താൻ തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ വെച്ചു പിടിച്ചോ. അതെ, എല്ലാം ഒത്തുവരും. ഇപ്പോഴേ മുറുക്കി പിടിച്ചില്ലെങ്കിൽ അടുത്ത MLA സ്ഥാനം ആണുങ്ങൾ കൊണ്ടുപോകും. വിവരങ്ങളൊക്കെ ഞാൻ അപ്പ പറയിച്ചോളാം. പാലപ്പെട്ടിയുടെ പെട്ടിയിലായാൽ അപ്പ വെട്ടേക്കണം അവിടെ സീറ്റ്. മനസ്സിലായോ? പാലപ്പെട്ടിക്ക് ജയ്. എന്ത് ചെയ്യാനാ അമ്മേ? ICUവിൽ കയറിയിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതോ MLA ആണ് സീരിയസ് ആയിട്ട് കിടക്കുന്നത്. അല്ലാതെ അവന്റെ അച്ഛനൊന്നും അല്ലല്ലോ. പെട്ടെന്ന് വരാൻ പറ. നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവരോടൊക്കെ ഞാൻ എന്താ മറുപടി പറയാ? അമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. Sir, the pulse was down. The patient came in gasping. Abnormal heart rate was observed. How about his BP? Diastolic is high. Check his status. Sir, sure. ഗീതേ, നന്ദേട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു ഹോള് നിറയെ ഗസ്റ്റുകൾ വെയിറ്റ് ചെയ്യാം. MLAക്ക് എതിരായിട്ടും ബോധം വന്നിട്ടില്ല. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ അത് വേറൊരു ഇഷ്യൂ ആവും. ഇവിടുത്തെ ആളുകളുടെ ബഹളം നീയും കണ്ടതല്ലേ? എന്നുവെച്ചാ പോണ്ടെന്നാണോ? ഞാൻ ഇവിടെ മുള്ളിന്മേൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ ഗീതേ. ഞാനിതാ വരുന്നു. ഗീത, നീ ഒരു കാര്യം ചെയ്യ്. പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ല്. നീയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു സമാധാനവും. MLAക്ക് ബോധം വന്നാൽ ആ നിമിഷം ഞാൻ അവിടെ എത്തും. അയാൾക്കൊരിക്കലും ബോധം വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷന് വേണ്ടെന്ന് വെക്കൂ. പറയിപ്പിക്കണ്ട. ഗീതേ, പറഞ്ഞു വരുന്നത്, പാലപ്പെട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നികത്താനാവാത്ത വിടമാണ്. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നികത്താനാവാത്ത ഒരു വിടമാണ് പാലപ്പെട്ടി. ഒരു മിനിറ്റ്, അറിയത്തിന് 350 രൂപ പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മുടെ MLAക്ക് വേണ്ടില്ലേ. പിന്നെ 500 ബില്ല് മേടിച്ചോളാം. അതെനിക്കറിഞ്ഞു. അപ്പൊ പാലപ്പെട്ടി വേണ്ട. അമ്മേ, ആരും ഒന്നും കഴിക്കാതെയാണല്ലോ പോകുന്നത്. കേക്ക് കട്ട് ചെയ്യാതെ ആരെങ്കിലും ഫുഡ് കഴിക്കൂ? ഒരാളെ കാത്തിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ചേച്ചി, പ്രോഗ്രാം ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് സുധേട്ടൻ ആകെ സങ്കടത്തിലാ. സാറേ, എന്തു വെച്ചി? സാറേ, ഡ്രിങ്ക് ഒന്ന് പോടോ. മനുഷ്യനിവിടെ അന്തോ കുന്തലിയുടെ നിശ്ചലായി നിൽക്കുമ്പോഴാ അയാളുടെ ഒരു കള്ളുകൂടി. എന്തു പറ്റി സാറേ? ഇനി എന്ത് പറ്റാനാ? ഫംഗ്ഷനൊക്കെ കൊള്ളായില്ലേ? വേഷം കെട്ടി തിത്തകതോ കളിക്കാൻ വന്ന ഞാൻ മണ്ടൻ. ഒരു വേദി മിസ്സാകുന്ന കലാകാരന്റെ ഹൃദയവേദന തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലടോ. നന്ദഗോപൻ സാറിനെ ഇപ്പൊ തന്നെ TV കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ടിവിയിൽ കണ്ടിട്ടെന്തിനാ? പുഴുങ്ങി തിന്നാനാ? നേരിട്ട് കാണണോ? സംഗതി എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് വലിയ പേരെടുത്ത ഡോക്ടറൊക്കെ ആയിരിക്കും. പക്ഷെ കൃത്യനിഷ്ഠ സ്റ്റേജിന്റെ പരിസരത്തൂടെ പോയിട്ടില്ല. സാറിങ്ങനെ വിഷമിച്ചാലോ? ഒന്നെടുത്ത് കഴിക്ക്. വലിയ വലിയ ആളുകളാവുമ്പോ മിസ്സിംഗ് ഒക്കെ പതിവല്ലേ. താൻ എന്നെ കുടിയനാക്കാൻ വന്നിരിക്കുക. എന്തായാലും ടെൻഷനായി പോയില്ലേ? ട്രയോടെ ഇവിടെ വെച്ച് പൊക്കം. കള്ളൻ. MLAയുടെ ജീവൻ ഡോക്ടർ നന്ദോവന്റെ കൈകളിൽ എന്നാ ടിവിയിൽ കാണിക്കുന്നത്. ഓ, വലിയ കാര്യമായി പോയി. MLA കാറ്റ് പുറത്തേക്ക് തള്ളുമ്പോ അങ്ങനെ കാറ്റ് അകത്തേക്ക് തള്ളും. ഇങ്ങനെ അകത്തേക്ക് പുറത്തേക്ക് തള്ളാൻ തുടങ്ങിയിട്ട് മണിക്കൂർ എത്രയുന്ന? രണ്ടുപേർക്ക് ബോറടിക്കില്ലടോ. അതൊന്നും സാരില്ലടോ, താനിരിക്കേ. ടീന, ഐ എം റിയലി സോറി. ഏയ്, തനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഡോക്ടർ വരില്ലായിരിക്കും അല്ലേടോ? ഇത്രയും തിരക്കുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ കൊഴു കിട്ടുന്ന നല്ലൊരു ദിവസം നോക്കി അന്ന് വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, നിന്റെ ഒറ്റ ഒരാടെ നിർബന്ധം കൊണ്ടാ. കൂടെ പഠിച്ച ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒന്ന് കണ്ണു തെറ്റിയാലേ ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ബിസിനസ് അറിയോ നിനക്ക്? സോറി ഗീത.
എനിക്ക് നഷ്ടം വന്ന ആ കാശ് നീ തരും എനിക്ക്. ഇനി ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ഒരു ഡോക്ടർ ഞാൻ കാരണം തരത്തില്ല. തൃപ്തിയായല്ലോ. ആ തങ്കന്നായര് ചോദിച്ചതേ ഡോക്ടറായിട്ട് ഈ ജില്ലയിൽ നന്ദഗോപം മാത്രമേ ഉള്ളൂന്നാ. എന്ത് ചെയ്യാൻ, ഇവനെ കൊണ്ട് സൊസൈറ്റിയിൽ തലതാഴ്ത്തി നടക്കാനാ യോഗം. ഇത് വിവാഹ വാർഷികമല്ല, എന്റെ ചരമവാർഷികം. അമ്മ എന്തിനാ ചേച്ചിയെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ എന്റെ സങ്കടം പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മ സമയം 10 ഈ ഹോള് ഇഞ്ഞു കൊടുക്കണം. വല്ലതും കഴിച്ചിട്ട് വീട്ടിൽ പോവാൻ നോക്കാം. ഈ സുധേട്ടനിത് എവിടെ പോയി കിടക്കുക? എക്സ്ക്യൂസ് മീ മാഡം, ഗസ്റ്റുകളിൽ പലരും ഫുഡ് കഴിക്കാതെ പോയത്. ഓർഡർ ചെയ്ത ഭക്ഷണം വേസ്റ്റ് ആവുന്നൊരു സംശയം. വേസ്റ്റ് ആവുടോ, അതെല്ലാം നീ എന്നെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുക്കോ. ഡോ, ആ ചിക്കൻ ഫ്രൈഡ് മൂടി തുറക്കണ്ടോ. വെളിച്ചം കണ്ടാലേ ചിലപ്പോ കോഴി എണീറ്റ് നിന്ന് കൂവും. സുധേട്ടാ, എന്താ അത്? വിഷമം കൊണ്ടുവരാതെ ഞാൻ 2 എണ്ണം കഴിച്ചത്. നിനക്കറിയോ, എന്റെ ഏറ്റവും ആദ്യത്തെ അരങ്ങേറ്റം മുടങ്ങിയിട്ട് പോലും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല. രാപ്പകലില്ലാതെ 2 ആഴ്ചയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അറിയാലോ രാധയ്ക്ക്. ഈശ്വര, ആ MLA നശിച്ചു പോട്ടെ ഈശ്വര. ചടങ്ങ് കുളവായതിലല്ല സങ്കടം, അവന്റെ ഭരതനാട്യം മുടങ്ങിയില്ല. എടോ മാനേജരെ, എല്ലാം ക്ലോസ് ചെയ്തേക്ക്. പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എത്താത്തതിന്റെ പേരിൽ വിവാഹ വാർഷികം കുളവായി. ആ രാത്രി പോയതാണ്. ഇപ്പൊ 2 ആഴ്ച. ഏയ്, സാറ് ചെയ്തത് ഒരു ജീവകാരുണ്യ പ്രവർത്തനല്ലേ? അതിപ്പോ MLA ആയാലും കള്ളനായാലും സാറൊരു മനുഷ്യജീവനല്ലേ രക്ഷിച്ചേ? ഇത് മനസ്സിലാക്കാതെ പോയ സാറിന്റെ ഭാര്യ വീട്ടുകാരും തന്നെയാണ് ഹിപ്പോക്രാറ്റുകള്. എന്താ ഹിപ്പോക്രാറ്റ്? സാറൊരു ഡോക്ടറായതിന്റെ പേരില് ആ സ്റ്റാൻഡേർഡ് വേണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. ഞാൻ വീട്ടിലിങ്ങനൊന്നും പറയാറില്ല ഏട്ടാ. ഈ ചെറിയ കാര്യത്തിനാണ് ചേച്ചി പെട്ടി നോക്കിട്ട് പോയേ. നമുക്കൊക്കെ ഇതൊരു ചെറിയ കാര്യം, പക്ഷെ അവർക്കൊക്കെ അതൊരു വലിയ പ്രശ്നമാടും. പിന്നെ ഈ പോക്ക് ആദ്യത്തെ ഒന്നും അല്ലല്ലോ. ഡോക്ടറെ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത് ഡോക്ടറെ. ഇപ്പൊ തന്നെ ഡോക്ടറെ ഈ പ്രശ്നം എന്റെ കൂടി ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ ഡോക്ടറെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. ഡോക്ടറെ, ഞാനൊരു സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരന്റെ സ്നേഹം ഒരിക്കലും സാധാരണ സ്നേഹമില്ല കേട്ടാ. ഈ അവസ്ഥയില് സാറിന് വേണ്ടത് ഒരു മീഡിയേറ്ററാണ്. ഇതത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമല്ല, യൂഷ്വൽ ഫാമിലി മാറ്റർ. അതങ്ങ് താനേ തീർന്നോളൂ. ഇതാണ് പ്രശ്നം. നമ്മള് നിസ്സാരമായിട്ട് കാണുന്ന പല പ്രശ്നങ്ങളായിരിക്കും പിന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളായിട്ട് വളരണേ. സാറേ, സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ആളാണെങ്കിലും ഒരു 100 പേരെ ഉപദേശിക്കാൻ കഴിവുള്ള ആളാണെങ്കിലും ശരി, കുടുംബത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റില്ല. നിന്ന് വെട്ടി വേർക്കും. അപ്പൊ എന്തുട്ടാ ചെയ്യാ? വേറൊരാളുടെ സഹായം തേടും. എന്തുണ്ട് സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരനല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ? അങ്ങോർക്കുമില്ലേ സഹായത്തിനൊരു കോച്ച്? സാറേ, ഞാൻ എന്നെ തന്നെ സൂചിപ്പിച്ച് പറയണല്ലേട്ടാ. നമ്മളിതുപോലത്തെ എത്ര കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള സാറേ. ഇപ്പൊ തന്നെ ഇവിടെ എന്താ ഉണ്ടായേ? സാറിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ച എന്റെ നാക്കിന്ന് അറിയാണ്ട് ഒരു വാക്ക് വീണുപോയി. സാർ എന്നെ കേട്ടല്ലേ? നാക്കിന്ന് വീണ വാക്കും മൊബൈലിൽ നിന്ന് പോയ മെസ്സേജും രണ്ടും ഒരുപോലെയാ. വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കും സാറേ. എന്താ അമ്മായി ഞാൻ ഈ കേട്ടത്? ചേച്ചി പോവാൻ പോയിന്നോ? കേട്ടിട്ട് കൈയും കാലും വരച്ചിട്ട് വയ്യ. ഈ വാർത്ത കേട്ട് ഡാൻസ് ചെയ്തോണ്ടിരുന്ന എന്റെ ചുവടെല്ലാം തെറ്റിപ്പോയിന്നേ. പട്ടിക്ക് മീശ ഉണ്ടായിട്ട് അമ്പട്ടൻ എന്ത് കാര്യം? ഈ സമയത്ത് ആ കടങ്കഥ. എനിക്ക് കിട്ടിയ 2 മരുമക്കളും കണക്കാ.